അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു ചൂട ഇങ്ങനെ നമ്മുടെ നെത്തോലി അത് പറ്റിക്കുന്നതാണ് നിങ്ങളൊന്ന് കാണിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയ സാധനമൊക്കെ ഞാൻ ഇതെല്ലാം വെട്ടി കഴുകി സാപ്പാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനിടാനുള്ള പുളി വെള്ളം ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയത് അതിന് ചേർക്കുന്നത് തേങ്ങായെ ഒരു 5 കൊച്ചുള്ളി ഇത്രയും ഞാൻ എടുത്തു വെച്ചു. അപ്പം എല്ലാവരും ചോദിക്കും ചൂടയൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയാവുന്നു. പക്ഷേ ഞാൻ ഇന്ന് ഒരു വ്യത്യസ്തമായിട്ട് വെക്കുന്നത്. എല്ലാവരും അതിന് മല്ലിപ്പൊടി ഇടുമല്ലോ, ഞാനാണ് ഇതിന് മല്ലിപ്പൊടി ഇടുന്നില്ല. അപ്പം നമുക്കതിന് വേണ്ടിയത് ഒരു 2 സ്പൂണ് മുളക് പൊടി, പിന്നെ വേണ്ടിയത് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു മുറി തേങ്ങയും 5 ഉള്ളി, ഒരു 2 സ്പൂണ് മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയും സാധനം മതി. സാധാരണ നമ്മൾ മീൻ വെക്കുമ്പം എന്ത് ചെയ്യും, എല്ലാവരും മല്ലിപ്പൊടി ചേർക്കും. ഇന്ന് മല്ലിപ്പൊടി ചേർക്കാതെ നമുക്കൊരു ഇതൊന്ന് വെച്ച് നോക്കിയാലോ. അപ്പം ഞാനതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം, എന്നിട്ട് നിങ്ങളെ കാണിക്കും. നമ്മൾ ആ മീനെല്ലാം എടുത്തൊന്ന് ഇവിടെ വെച്ച് ഇത് ഞാൻ കഴുകി എല്ലാം വൃത്തിയായി വെച്ചു. എന്നിട്ട് നമുക്ക് ആ പുളി ഇത്രയും കഷ്ണം പുളി ഇട്ടിട്ടുണ്ട്. ആ പുളിവെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കും. അപ്പം പറ്റിക്കുന്നതുകൊണ്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ തേങ്ങ തേണ്ട ഒന്ന് കറക്കി എടുത്തത്രയേ ഉള്ളൂ. അപ്പം അത് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. ഇട്ട് നമുക്കിതൊന്ന് ഇങ്ങനെയൊന്ന് കൈകൊണ്ട് തന്നെ നമുക്കിതൊന്ന് പുരട്ടി വെക്കാം. അപ്പം അതിനാവശ്യത്തിന് ഉപ്പും കൊടുത്തേക്ക് നമുക്ക് ഈ മിക്സി ജസ്റ്റ് ഒന്ന് കഴുകി ഇച്ചിരി വെള്ളം ഒഴിക്കും, ജാറ് കഴുകി. പിന്നെ അതിനകത്തോട്ട് വേണ്ടിയത് ഇനി നമുക്ക് ഒരു ഇത്രയും ഉപ്പും കൊടുക്കാം. പിന്നെ വേണ്ടിയത് നമുക്ക് കരിയാപ്പില. എനിക്ക് കരിയാപ്പിലയില്ല, ഞാൻ ഇങ്ങനെ ഒരു ഇതിൻ്റെ ഒരു ബാഗിനകത്ത് ഞാൻ അടുത്തുള്ള വീട്ടിൽ നിന്ന് കരിയാപ്പില വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആ കരിയാപ്പില അല്ലെ 2-3 എത്ര കരിയാപ്പില ഇടുന്നു അത്രയും ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഒരു 3 തണ്ട് കരിയാപ്പിലയും കൂടി. അപ്പോൾ ആ 3 തണ്ട് കരിയാപ്പിലയും നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടൊന്ന് ഇളക്കാം. നമുക്ക് ഈ ഉപ്പ് ഇട്ടല്ലോ, എന്നിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് ജസ്റ്റ് കൈകൊണ്ടൊന്ന് ഇളക്കി വെക്കാം. നമ്മൾ പുളി ഇട്ടെല്ലാം ചെയ്തു. ഇനി ഞാനത് ഗ്യാസിലോട്ട് ഇട്ട് നമുക്ക് തീ കത്തിക്കാം. അപ്പം അതൊരു 2 മിനിറ്റ് ഇരുന്നതൊന്ന് തിളക്കട്ടെ. അതുവരെ വെയിറ്റ് ചെയ്യാം. ഞാനൊരു അടയ്ക്കുന്ന പ്ലേറ്റ് ഇട്ട് അടച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആ മീനൊന്ന് തുറന്ന് നോക്കാം. ചൂട അപ്പം നല്ല അടിപൊളിയായിട്ട് ചൂട കൂട്ടാനെല്ലാം നല്ല റെഡിയായിട്ട് വെന്ത്. അപ്പം നമുക്ക് നമ്മുടെ സ്വാദിഷ്ടമായ ചൂട കൂട്ടാൻ എല്ലാം റെഡിയായി. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മല്ലിപ്പൊടി ഇടാതെ വെക്കുന്ന മീൻ കൂട്ടാൻ നല്ല അടിപൊളിയാണ്. എല്ലാവരും വെച്ച് നോക്കി എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ഇടും. ഓക്കെ, ബൈ, സീ യു.